രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്നൊരു പഴമൊഴിയുണ്ട്. അത് അന്വർത്ഥമാവുകയാണ് കേരള കോൺഗ്രസ് രാഷ്ട്രീയ ചരിത്രത്തിൽ. അതായത് മാണി കോൺഗ്രസ് പിളരാതിരിക്കാൻ ജോസ് കെ മാണി ആവുന്നത്ര നോക്കി. പക്ഷേ അത് ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകില്ല. തെറ്റായ മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായത് മുതൽ പൊട്ടലും ചീറ്റലും അതിരൂക്ഷമായി ബാധിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുണ്ടായിരുന്ന പ്രബല നേതാക്കളെല്ലാം തന്നെ പാർട്ടി വിടുന്നു. ഓരോരുത്തരായി പാർട്ടി വിടുമ്പോൾ ജോസ് കെ മാണിക്ക് കൃത്യമായ മറുപടി കൊടുത്തിട്ടാണ് അവർ ഇറങ്ങിപ്പോകുന്നത്. കെ എം മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കാതെ കെ എം മാണിയെ പുലഭ്യം പറഞ്ഞ, പച്ച തെറി വിളിച്ച ഇടതുപക്ഷത്തോട് സഹകരിക്കാൻ ഉളുപ്പില്ലേ മിസ്റ്റർ ജോസ് കെ മാണി എന്ന് ചോദിച്ച നിരവധി ആളുകളുണ്ട്. അധികാരത്തിന് വേണ്ടി എന്ത് രീതിയിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാൻ ഒരു ഉളുപ്പും കാണിക്കാത്ത ഒരു വ്യക്തിയായി പോയല്ലോ നിങ്ങൾ എന്ന് പച്ചയ്ക്ക് പറഞ്ഞാണ് തോമസ് ഉണ്ണിയാടൻ അടക്കം കേരള കോൺഗ്രസ് എമ്മിൻ്റെ പടിയിൽ നിന്നും ഇറങ്ങി UDFുമായി സഹകരിച്ചത്. താൽക്കാലികമായി തോറ്റു എന്ന് വിചാരിച്ച് ഉണ്ണിയാടന് ഇരിങ്ങാല കുടക്കാരുമായുള്ള ബന്ധം അവസാനിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതുപോലെ നിരവധി പേർ. തോമസ് ചാഴിക്കാടൻ കൃത്യമായി പറഞ്ഞു, എൻ്റെ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദി എന്നത് ഇടതുപക്ഷത്ത് ഉള്ള പ്രവർത്തകർ തന്നെയാണ്. അവരുടെ തെറ്റായ വഴിയാണ് ഈ പരാജയത്തിൻ്റെ പരിപൂർണമായ കാരണം എന്ന് പറഞ്ഞു. എന്നാൽ ജോസ് കെ മാണിയാണ് അതിൻ്റെ കാരണക്കാരൻ എന്ന് പറയാൻ അദ്ദേഹത്തിന് ആദ്യം ഒരു മടിയായിരുന്നു. പിന്നീട് അദ്ദേഹം അതും പറയുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ ഇതാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. അതായത് കെ എം മാണിയെ രാഷ്ട്രീയപരമായി തേജോവധം ചെയ്യാൻ ശ്രമിച്ച, കെ എം മാണിയെ എല്ലാ രീതിയിലും നാണം കെടുത്തിയ ഇടതുപക്ഷത്തെ എങ്ങനെ താലോലിക്കാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞു എന്നതിൻ്റെ നേർരേഖ കൂടിയാണിത്. അധികാരത്തിന് വേണ്ടിയും 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ജോസ് കെ മാണി ചെയ്യുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാലഘട്ടം അത്രയും. അതിന് കൃത്യമായി കൊടുത്ത മറുപടി എന്ന് തന്നെ പറയേണ്ടി വരും. പാർട്ടി 4 കഷ്ണമായി പിളരാൻ പോകുന്നു എന്ന രീതിയിലേക്ക് വരുമ്പോൾ അത് യഥാർത്ഥ കേരള കോൺഗ്രസ് അവകാശിയായ PJ ജോസഫിലേക്ക് എത്തുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, നിലവിൽ ജോസഫ് ഗ്രൂപ്പിൽ പ്രബല വിഭാഗം അതിശക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഫ്രാൻസിസ് ജോർജും ജോസഫ് ഗ്രൂപ്പിലേക്ക് ലയിക്കുമ്പോൾ വാസ്തവത്തിൽ സമാനതകളില്ലാത്ത ശക്തിയാണ് PJ ജോസഫ് സംഭരിച്ചിരിക്കുന്നത്. ഇത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഒരു കൊടുങ്കാറ്റായി മധ്യ തിരുവിതാംകൂറിൽ അലയടിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജോസ് കെ മാണിക്ക് ഇനിയുള്ള കാലം പഴയ കാര്യങ്ങളും വീമ്പും പറഞ്ഞ് വെറുതെ ഇരിക്കാം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഗുണമുണ്ടാകുമെന്ന് കരുതാനേ വയ്യ. കാരണം കോട്ടയത്തും ഇടുക്കിയിലും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിന് എവിടെയെങ്കിലും പ്രതിനിധികളുണ്ടോ അവിടെയെല്ലാം അശരണരായി പോകുന്ന ഒരു കാഴ്ചയിലേക്കാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.